പ്രിയപ്പെട്ട കുട്ടികളെ, IT ക്വിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ഉപജില്ലാ തലത്തിൽ UP വിഭാഗത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു ഗെയിമിനെ കുറിച്ചുള്ള സൂചനകൾ തന്നിട്ടുണ്ട്. അത് വെച്ച് ഏതാണ് ഗെയിം എന്ന് കണ്ടുപിടിക്കുക. മർക്കസ് പെർസൺ ആണ് ഈ ഗെയിമിൻ്റെ ഉപജ്ഞാതാവ്. മോജാങ് സ്റ്റുഡിയോസ് ആണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ്. 2022 കിഡ്സ് ചോയ്സ് അവാർഡ് ഫോർ ഫേവറേറ്റ് വീഡിയോ ഗെയിം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഗെയിമിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന സൂചനകൾ ശരിക്കും വായിച്ചു നോക്കുക. മർക്കസ് പേഴ്സൺ ഗെയിമിൻ്റെ ഉപജ്ഞാതാവ്, അതുപോലെ മോജാങ് സ്റ്റുഡിയോസ് ഡെവലപ്പേഴ്സ് 2022 ചോയ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഉത്തരം മൈൻക്രാഫ്റ്റ്. രണ്ടാമത്തെ ചോദ്യം, ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ LTS ലോങ് ടേം സപ്പോർട്ട് പതിപ്പാണ് ഉബുണ്ടു 24.04. ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള LTS പതിപ്പ് ഏത്? ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പുതിയ പതിപ്പാണ് ഉബുണ്ടു 24.04. ഇതിന് തൊട്ടു മുമ്പുള്ള പതിപ്പ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഉബുണ്ടു 22.04. മൂന്നാമത്തെ ചോദ്യം, ചില ഓൺലൈൻ ഡിജിറ്റൽ കറൻസികളുടെ സൂചനാ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഇവ പൊതുവായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോസ്. നാലാമത്തെ ചോദ്യം, കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കൈറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണ് കൈറ്റ് വിക്ടേഴ്സ്. കൈറ്റ് വിക്ടേഴ്സിൻ്റെ രണ്ടാമത്തെ ചാനലിൻ്റെ ലോഗോയാണ് തന്നിരിക്കുന്നത്. ഈ ചാനലിൻ്റെ പേരെന്താണ്? കൈറ്റ് വിക്ടേഴ്സിൻ്റെ രണ്ടാമത്തെ ചാനലിൻ്റെ ലോഗോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കൈറ്റ് വിക്ടേഴ്സ് പ്ലസ് അല്ലെങ്കിൽ വിക്ടേഴ്സ് പ്ലസ്. അടുത്ത ചോദ്യം, വൃത്തത്തിൻ്റെ ആരം വ്യത്യാസപ്പെടുത്തി ജിയോജിബ്രയിൽ നിർമ്മിച്ച പാറ്റേൺ ആണിത്. ആരത്തിൻ്റെ അളവ് ക്രമമായി വ്യത്യാസപ്പെടുത്താൻ ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന ടൂൾ ഏതാണ്? ജിയോജിബ്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത് തന്നിരിക്കുന്നത്. ഇവിടെ ആരത്തിൻ്റെ അളവ് ക്രമാതീതമായി വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സ്ലൈഡർ ടൂൾ. ആറാമത്തെ ചോദ്യം, ഓൺലൈൻ പണമിടപാടുകൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു UPI ആപ്പിൻ്റെ ലോഗോ ആണിത്. ലോഗോ തിരിച്ചറിയുക. ഒരു UPI ആപ്പിൻ്റെ ലോഗോ തന്നിട്ടുണ്ട്. ഇതേതാണെന്നാണ് തിരിച്ചറിയേണ്ടത്. ഉത്തരം ഫോൺ പേ. ഏഴാമത്തെ ചോദ്യം, വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായി നിർമ്മിച്ച പോർട്ടബിൾ കമ്പ്യൂട്ടർ 1981 ഏപ്രിൽ 3 പുറത്തിറക്കിയത്. എന്താണ് ഇതിൻ്റെ പേര്? വാണിജ്യാടിസ്ഥാനത്തിൽ ആദ്യമായി നിർമ്മിച്ച പോർട്ടബിൾ കമ്പ്യൂട്ടറാണ് 1981 ഏപ്രിൽ 3 പുറത്തിറക്കിയത്. എന്താണ് ഇതിൻ്റെ പേര്? ഉത്തരം ഓസ്ബോൺ 1. ബ്രിട്ടീഷ് സോഫ്റ്റ്വെയർ പബ്ലിഷറും കമ്പ്യൂട്ടർ ഡിസൈനറുമായിരുന്ന ആഡംസ് ഓസ്ബോൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. വിവിധ തരത്തിലുള്ള കീബോർഡ് ലേഔട്ടുകൾ നിലവിലുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന കീബോർഡിൻ്റെ ചിത്രം തന്നിരിക്കുന്നു. ഈ ലേഔട്ടിൻ്റെ പേരെന്താണ്? ഉത്തരം QWERTY ആണ് ഉത്തരം വരുന്നത്. ഒൻപതാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് അടിയന്തര സാഹചര്യത്തിൽ സഹായത്തിനായി കേരള പോലീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആപ്പ് ഏത്? സ്ത്രീകൾക്ക് അടിയന്തര സാഹചര്യത്തിൽ സഹായത്തിനായി കേരള പോലീസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആപ്പ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം നിർഭയം. അടുത്ത ചോദ്യം, വിവിധ ഭാഷകളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ, പരിഭാഷകൾ, വാക്കുകളുടെ ഉത്ഭവം, പര്യായ പദങ്ങൾ, വിപരീത പദങ്ങൾ എന്നിവ ലഭ്യമായ വിക്കിപീഡിയയുടെ നിഘണ്ടു ഏതാണ്? ഉത്തരം വിക്ഷണറി. ലിബർ ഓഫീസ് പാക്കേജിലെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണാണിത്. ഏതാണ് ഈ സോഫ്റ്റ്വെയർ? ലിബർ ഓഫീസ് പാക്കേജിലെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ തന്നിട്ടുണ്ട്. ഏതാണ് ഈ സോഫ്റ്റ്വെയർ? ഉത്തരം ലിബർ ഓഫീസ് റൈറ്റർ. സുരക്ഷിതമായി വെബ്സൈറ്റുകൾ കാണാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? സുരക്ഷിതമായി വെബ്സൈറ്റുകൾ കാണാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോളാണ് HTTPS. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ.
ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്വർ. HTTPയുടെ പൂർണ്ണരൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പൂർണ്ണരൂപം ഓർത്തു വെക്കുക. 13ാമത്തെ ചോദ്യം, നക്ഷത്രഗണങ്ങളെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുന്നതിന് വാനനിരീക്ഷണത്തിലെ രസകരമായ ഒരു ഭാഗമാണ്. ഇത്തരം ഭാവനാരൂപങ്ങൾ കാണാൻ സഹായിക്കുന്ന കൈറ്റ് GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം സ്റ്റെല്ലേറിയം. സ്റ്റെല്ലേറിയം ഒരു പ്രോഗ്രാമിംഗ് ഭാഷയുടെ ലോഗോ. ഇന്തോനേഷ്യയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു കാപ്പിച്ചെടിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഏതാണ് ഈ പ്രോഗ്രാമിംഗ് ഭാഷ? ഒരു പ്രോഗ്രാമിംഗ് ഭാഷയുടെ ലോഗോയാണ് തന്നിരിക്കുന്നത്. ഇന്തോനേഷ്യയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു കാപ്പിച്ചെടിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഏതാണ് ഈ പ്രോഗ്രാമിംഗ് ഭാഷ? ഉത്തരം ജാവ. ജാവ. ഇൻ്റർനെറ്റിൽ ചിത്രം ഉപയോഗിച്ച് അതേ ചിത്രത്തെ സംബന്ധിച്ച വിവരം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? ഇൻ്റർനെറ്റിൽ ചിത്രം ഉപയോഗിച്ച് അതേ ചിത്രത്തെ സംബന്ധിച്ച വിവരം കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? ഉത്തരം റിവേഴ്സ് ഇമേജ് സെർച്ച്. റിവേഴ്സ് ഇമേജ് സെർച്ച്. അടുത്ത ചോദ്യം, വോയിസ് കമാൻഡുകൾ വഴി ഈവൻറ്റുകളും അലാറങ്ങളും ഷെഡ്യൂൾ ചെയ്യാനും ഉപകരണത്തിലെ ഹാർഡ്വെയർ സെറ്റിംഗ്സ് ക്രമീകരിക്കാനും സഹായിക്കുന്ന ഗൂഗിളിൻ്റെ AI ടൂൾ ഇവയിലേത്? ഉത്തരം ഗൂഗിൾ അസിസ്റ്റൻ്റ്. ഗൂഗിൾ അസിസ്റ്റൻ്റ്. ഡിജിറ്റൽ ചിത്രങ്ങളിലെ ഏറ്റവും ചെറിയ ഘടകമാണ് പിക്സൽ. പിക്സൽ എന്നത് എന്തിൻ്റെ ചുരുക്കരൂപമാണ്? ഡിജിറ്റൽ ചിത്രങ്ങളിലെ ഏറ്റവും ചെറിയ ഘടകമാണ് പിക്സൽ. പിക്സൽ എന്നത് ഏതിൻ്റെ ചുരുക്കപ്പേരാണ്? ഉത്തരം പിക്ചർ എലമെൻറ്റ്. പിക്ചർ എലമെൻറ്റ്. ലൈറ്റ് ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലൈഫൈ. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? ലൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ലൈഫൈ. ഉത്തരം ലൈറ്റ് ഫിഡിലിറ്റി. വെളിച്ചം ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നോളജിയാണ് ലൈഫൈ. അടുത്ത ചോദ്യം, മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറുകളിലും വീഡിയോ ഓഡിയോ പ്രവർത്തിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണാണ് ചിത്രത്തിൽ. ഏതാണ് ഈ സോഫ്റ്റ്വെയർ? മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും വീഡിയോ ഓഡിയോ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഏതാണ് ഈ സോഫ്റ്റ്വെയർ? ഉത്തരം വീഡിയോ ലാൻ ക്ലൈൻറ്റ് പ്ലെയർ അല്ലെങ്കിൽ VLC പ്ലെയർ. അപ്പോൾ VLC പ്ലെയറിൻ്റെ പൂർണ്ണരൂപം ഓർത്തിരിക്കുക. വീഡിയോ ലാൻ ക്ലൈൻറ്റ് പ്ലെയർ. വീഡിയോ ലാൻ ക്ലൈൻറ്റ് പ്ലെയർ. അടുത്ത ചോദ്യം, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയിൽ നിന്നും ആളുകളെയും വസ്തുക്കളെയും തിരിച്ചറിയാൻ കമ്പ്യൂട്ടറുകളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു മേഖലയാണ് കമ്പ്യൂട്ടർ വിഷൻ. കമ്പ്യൂട്ടർ വിഷൻ്റെ പിതാവ് ആര്? ഉത്തരം ലാറി റോബർട്സ്. ലോറൻസ് റോബർട്സ് അല്ലെങ്കിൽ ലാറി റോബർട്സ്. അടുത്ത ചോദ്യം, ഇലക്ട്രോണിക്കായി ടോൾ പിരിക്കുന്നതിന് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ NHAIയുടെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ഒരു സംവിധാനം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഫാസ്റ്റ് ടാഗ്. ഫാസ്റ്റ് ടാഗ്. തന്നിരിക്കുന്നവയിൽ ഒരു വീഡിയോ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഒരു വീഡിയോ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ഏതാണ്? ഉത്തരം AVI. AVI. ഗൂഗിൾ വികസിപ്പിച്ച ഒരു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട്. ഇതിൻ്റെ പഴയ പേര് ഗൂഗിൾ ബാഡ് എന്നാണ്. എന്താണ് ഇപ്പോഴത്തെ പേര്? ഉത്തരം ജെമിനി AI. ലിബർ ഓഫീസ് കാൽക്കിൽ ഒരു സെല്ലിൽ സം C12 C25 എന്ന ഫംഗ്ഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനായി ഉപയോഗിക്കുന്നു? ലിബർ ഓഫീസ് കാൽക്കിൽ സെല്ലിൽ സം C12 C25 എന്ന ഫംഗ്ഷണൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നുള്ളത്? ഉത്തരം C12 മുതൽ C25 വരെയുള്ള സെല്ലിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിന്. നാം കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ ഫയലുകൾ പിന്നീട് ഉപയോഗിക്കുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനുമൊക്കെയായി സേവ് ചെയ്യാറുണ്ട്. സേവ് ചെയ്യുന്നതിന് കീബോർഡിലെ
2 കീകൾ ഒരുമിച്ച് അമർത്തിയാൽ മതി. ഏതൊക്കെയാണ് ആ കീകൾ? സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീകളാണ് Ctrl+S. കൺട്രോളും എസും ചേർന്നാൽ സേവായി. അടുത്ത ചോദ്യം, ഉബുണ്ടു 22.04 വേർഷൻ്റെ കോഡ് നെയിം ജാമി ജെല്ലിഫിഷ് എന്നാണ്. ഇതുപോലെ 18.04 വേർഷൻ്റെ കോഡ് നെയിം എന്താണ്? 18.04 വേർഷൻ ബയോണിക് ബെവർ എന്നാണ്. പകർപ്പവകാശമുള്ള സൃഷ്ടികളുടെ സ്വതന്ത്രമായ വിനിയോഗം സാധ്യമാക്കുന്ന അനേകം പൊതു പകർപ്പവകാശ അനുമതി പത്രങ്ങളിൽ ഒന്നിൻ്റെ ലോഗോയാണിത്. എന്താണിതിൻ്റെ പൂർണ്ണരൂപം? ഉത്തരം ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് കോമൺസ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ചിത്ര ഫയൽ ഏത്? ഉത്തരം bot.png. പ്രശസ്തമായ IT കമ്പനിയായ ടെസ്ലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓസ്റ്റിൻ, ടെക്സാസ്. സ്ക്രാച്ച് സോഫ്റ്റ്വെയറുകളിൽ സ്പ്രൈറ്റ് 50 സ്റ്റെപ്പുകൾ ചലിക്കുന്നതിനാവശ്യമായ ബ്ലോക്ക് കോഡുകൾ തന്നിരിക്കുന്നു. ചുവടെ തന്നിരിക്കുന്ന കോഡുകളിൽ സ്പ്രൈറ്റിൻ്റെ ചലനം 70 സ്റ്റെപ്പുകൾ ആകാത്തതേത്? ഉത്തരം ഓപ്ഷൻ സി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ഉപജില്ലാ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ. വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ.